നമസ്കാരം. ഒരു കൈക്കുഞ്ഞുമായി ഒറ്റപ്പെട്ടുപോയ ആനീഷവയ്ക്ക് മുന്നിൽ അവതരിച്ച ദൈവദൂതനാണ് ഷാജിയേട്ടൻ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒറ്റപ്പെടലിന് തീച്ചൂളയിലെറിഞ്ഞ കനലിനെ യഥാസമയം ഊതിക്കാച്ചി നാടറിയുന്ന തിളക്കത്തോടെ ആനീശിവ എന്ന പോലീസ് ഉദ്യോഗസ്ഥയെ സമ്മാനിച്ച മനുഷ്യസ്നേഹി. കേരളക്കര ഒന്നടങ്കം നെഞ്ചേറ്റിയ ആനീശിവയുടെ വഴികാട്ടി ഷാജിയേട്ടൻ എന്ന SV ഷാജി BMS തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം നമ്മുടെ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. 10 വർഷത്തിന് മുമ്പ് 2011 കാലഘട്ടത്തിൽ ആണ് ഞാൻ ആദ്യമായി ആ കുട്ടിയെ കാണുന്നത്. 2011 കാലഘട്ടത്തിലാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ വൈഫിന്റെ ഒരു സുഹൃത്തിന്റെ ബന്ധുവാണ് ഈ കുട്ടി. ഈ കുട്ടിക്ക് ഒരു പാസ്പോർട്ട് എടുക്കുന്നതിന് ഒരു മേൽവിലാസം വേണം. പാസ്പോർട്ട് അന്നത്തെ കാലത്ത് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് മേൽവിലാസം വേണം. അപ്പോൾ റേഷൻ കാർഡ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ കുട്ടി സപ്ലൈ ഓഫീസിൽ നിരന്തരം പോയിട്ട് അങ്ങനെയാണ് ഇയാളുടെ ബന്ധു വഴി എന്നെ സമീപിക്കുന്നത്. റേഷൻ കാർഡ് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് പറഞ്ഞ് സമീപിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങി നോക്കിയപ്പോൾ ഇതിന് പ്രശ്നം ഇത് അന്ന് ലീഗലി ഡൈവേഴ്സ് ആയിട്ടില്ല. അതുകൊണ്ട് സപ്ലൈ ഓഫീസിൽ ഒരു തടസ്സം പറഞ്ഞ് ഈ റേഷൻ കാർഡ് കിട്ടുന്നില്ല. അതായിരുന്നു വിഷയം. അപ്പോൾ ഞാൻ അവിടെ പോയി അത് സംസാരിച്ച് ഈ വിഷയം ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു കുട്ടിയുണ്ട്, അമ്മയും മകനുമാണ്. അത് ലീഗലി ഡൈവേഴ്സ് ആവാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട്. പാസ്പോർട്ടിന്റെ ആവശ്യം മാലിദ്വീപിലൊരു ജോലി, ഗ്യാസ് ഏജൻസിയിൽ വളരെ ചെറിയ ശമ്പളത്തിനാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മാലിദ്വീപിലൊരു ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ പാസ്പോർട്ട് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതും പാസ്പോർട്ടിന് പോയപ്പോൾ റേഷൻ കാർഡ് ആവശ്യമായി വരുമെന്ന് പറഞ്ഞതും ഒക്കെ കൊണ്ടാണ് ഈ റേഷൻ കാർഡിന് വന്നത്. അപ്പം അങ്ങനെ ഞാൻ അവിടെ ഇന്ന് സംസാരിച്ചു. ഒരു 4-5 ദിവസം കൊണ്ട് ഈ റേഷൻ കാർഡ് കുട്ടിക്ക് കിട്ടി. തടസ്സമൊന്നുമില്ല, നിയമപരമായി തടസ്സമൊന്നും ഇല്ലായിരുന്നു. അത് ലീഗലായിരുന്നു. അവരവരുടെ സാങ്കേതികത്വം പറഞ്ഞ് കൊടുക്കാനുമായിരുന്നു. അങ്ങനെ ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ റേഷൻ കാർഡ് ഇയാൾക്ക് ലഭിച്ചു. അങ്ങനെ അതിന്റെ ഇടയിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഈ അമ്മുമ്മയുടെ വീട്ടിലാണ് നിന്നത്. അപ്പോൾ അവിടുത്തെ അഡ്രസ്സ് വെച്ചാണ് ഈ റേഷൻ കാർഡ് എടുക്കാൻ തയ്യാറ്. ആ അഡ്രസ്സിൽ നിലവിൽ റേഷൻ കാർഡ് ഉള്ളത് കൊണ്ട് പുതിയൊരു റേഷൻ കാർഡ് ഒരു വീട്ടിൽ നിന്ന് 2 റേഷൻ കാർഡ് കൊടുക്കാൻ പറ്റുന്നൊരു തടസ്സം വന്നു. അങ്ങനെ അത് ഇച്ചിരി നീണ്ടു വന്നിട്ട് പിന്നെ ഈ കുട്ടിക്ക് ഒരു സ്വന്തമായിട്ട് 1 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആ 1 സെന്റ് സ്ഥലത്തിലൊരു ടെമ്പററി വീടൊക്കെ വെച്ച് ആ വീട്ടിലേക്ക് താമസം മാറി അവിടെ അതിന്റെ പേരിലാണ് പിന്നീട് ആ നമ്പറിലാണ് അടുത്ത റേഷൻ. ഇത് ഈ താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ തൊട്ട് ഒരു ചെറിയ ഗ്യാപ്പിലാണ് ആ വീട് വെച്ചത്. അങ്ങനെ ആ ഗ്യാപ്പിൽ പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ കൊടുത്തു. അവിടെ നിന്ന് അവർ വന്ന് പരിശോധനയൊക്കെ നടത്തിയതിന്റെ ഭാഗമായി പഞ്ചായത്ത് നമ്പർ കൊടുത്തു. ആ നമ്പർ വഴി ഈ റേഷൻ കാർഡ് കിട്ടുകയും ചെയ്തു. ഈ റേഷൻ കാർഡ് കിട്ടിയപ്പോൾ ഈ മാലിദ്വീപിലേക്കുള്ള ഈ കിട്ടിയ ഒരു ജോലിയുടെ സമയം കഴിഞ്ഞു പോവുകയും അത് കിട്ടാതാവുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ ഗ്യാസ് ഏജൻസിയുടെ ജോലി നിർഭാഗ്യവശാലെങ്ങനെയോ നഷ്ടപ്പെട്ടു. ഈ പിന്നെ ഒരു ഓൺലൈൻ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പിംഗ് വർക്കുകളൊക്കെ രാത്രിയൊന്നും ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ പകലൊരു മിനറൽ വാട്ടർ എന്തോ സപ്ലൈ ചെയ്യുന്ന ഒരു പണിയൊക്കെ ചെയ്തു. അങ്ങനെ ഘട്ടം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയും. അപ്പം ഞാൻ കൊച്ചിനോട് സംസാരിച്ചപ്പോൾ കൊച്ചി നല്ല കഴിവുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ എവിടെയെങ്കിലും PSC കോച്ചിന് പോകാനുള്ള ഒരു സാമ്പത്തിക സംവിധാനങ്ങളൊന്നും ഇല്ല എന്നും വേറെ ഈ പ്രൈവറ്റ് ജോലി ചെയ്താലേ ജീവിക്കാൻ കഴിയുള്ളൂ. അന്ന് തന്നെ 4000 രൂപ എങ്ങാണ്ട വാടകയുള്ള വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5000 രൂപ എങ്ങാണ്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്നും വളരെ തുച്ഛമായ പൈസ ആണ് മിച്ചം കിട്ടിക്കൊണ്ടിരുന്നത്. രാത്രി ടൈപ്പിംഗ് ജോലി ചെയ്യുന്ന കാശ് കൊണ്ടാണ് ആഹാരം കഴിച്ച് ജീവിക്കുന്നതൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഈ 2014 പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ വനിതകളെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആപ്ലിക്കേഷൻ അയക്കാൻ ഞാൻ ഇയാളെ പ്രഷർ ചെയ്യുകയും അങ്ങനെ ആപ്ലിക്കേഷൻ അയക്കുകയും ലക്ഷ്യ എന്നുള്ള സ്ഥാപനത്തിലേക്ക് ഈ കുട്ടിയൊരു ക്രാഷ് കോഴ്സിന് ചേരാൻ ഞാനും കൂടെ പോയി സംസാരിച്ച് ഇന്നത്തെ 4500 രൂപ കണ്ടാണ് ഓർക്കുന്നത്. തിരിക്കുമ്പോൾ ഓർക്കുന്നത് 4500 രൂപ കണ്ട കൊടുത്ത് ഈ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതിന്റെ തുടർന്നാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നതും. പിന്നെ ആ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് വരികയൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ആ പഠിച്ച തുടർച്ചയായിട്ട് തന്നെ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റ് എഴുതുകയും. അപ്പോൾ വളരെ ആദ്യം കിട്ടിയ പോലീസ് കോൺസ്റ്റബിളാണ്. പോലീസ് കോൺസ്റ്റബിൾ കിട്ടുകയും ഈ ലിസ്റ്റ് ചെറിയ ഈ ഇതിന് മുമ്പുള്ള ഒരു സബ് ഇൻസ്പെക്ടർ ലിസ്റ്റുമായിട്ട് അവരുമായിട്ടൊരു കേസും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ നീണ്ടുപോവുകയൊക്കെ ചെയ്തു. 2016 ഇയാൾക്ക് പോലീസിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഈ 2016 മുതൽ 19 വരെ അപ്പോൾ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പാളയത്ത് പോലീസ് ക്വാർട്ടേഴ്സ് ലഭിച്ചു. ഇപ്പോൾ പോലീസ് ക്വാർട്ടേഴ്സ് താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സബ് ഇൻസ്പെക്ടർ കിട്ടുന്നത്. ഈ സബ് ഇൻസ്പെക്ടർ 2019 ട്രെയിനിങ് തുടങ്ങുന്നത്. അതിന് ശേഷം ആണ് ഈ വിഷയം വന്നത്. അപ്പോൾ ഈ പറക്കലിലെ വിഷയമൊക്കെ ഈ 2011 മുമ്പ് 2010 കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. അപ്പോൾ അതിങ്ങനെ നിരന്തരം ഇപ്പോൾ പോസ്റ്റുള്ള ഒരാളായിരുന്നു. അങ്ങനെ യാദൃശ്ചികമായി ഞാനിതിനകത്ത് വേറെ ഒരു വൈറലാകുമെന്നുള്ളൊരു ഭാവത്തിലല്ല ഇതൊക്കെ ചെയ്തു. ഇത് യാദൃശ്ചികമായ ഒരു പോസ്റ്റ് വന്നു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലേക്ക് വൈറലായി. ഇതാണ് സംഭവിച്ചത്. ഒരു ഗുരുതരാവസ്ഥ ഒരാളിന് നമ്മൾ ബ്ലഡ് കൊടുത്ത് അയാൾ നാളെ പൂർവ്വ ആരോഗ്യവാനായി നമ്മളടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം, അതാണ് എനിക്ക് തോന്നുന്നത്.
അല്ല, അർഹമായ ഒരാളിനൊരു സഹായം ചെയ്യാൻ ഞാൻ ഇനിയും തയ്യാറാണ്, എന്നാൽ കഴിയുന്നത്. ഞാൻ വളരെ ചെറിയ ചുറ്റുപാടിൽ ജീവിക്കുകയാണ്. എനിക്ക് ഭാര്യ 2 മക്കളുണ്ട്. ഒരു സാധാരണ ജോലിയാണ്. അതൊക്കെ വെച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം നമ്മളാൽ കഴിയുന്ന ഒരു സഹായം, എത്ര ചെറുതായാലും എന്നെ കഴിയുന്ന ഒരു സഹായം മറ്റൊരാൾക്ക് ചെയ്യാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. ഷാജി ചേട്ടാ, നിങ്ങൾ വേറെ ലെവലാണ്. ഫിനിക്സ് പക്ഷിയെ പോലെ പരാജയ ജീവിതത്തിൽ നിന്ന് അഭിമാനകരമായ തിരിച്ചുവരവ് കഠിന പ്രയത്നത്തിലൂടെ നടത്തിയ സഹോദരിക്ക് എല്ലാവിധ പിന്തുണ നൽകിയ ഷാജി ചേട്ടന് ബിഗ് സല്യൂട്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.